പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷന് അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് കപ്പ കൊണ്ട് നല്ലൊരു കിടിലൻ റെസിപ്പി തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പയുടെ നാരെല്ലാം വെട്ടിക്കളയണം. നാരെല്ലാം കളഞ്ഞതിന് ശേഷം കപ്പ തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്ലീനാക്കി നല്ലപോലെ 4-5 വെള്ളം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി എൻ്റെ സൗകര്യത്തിന് ഞാൻ കുക്കറിൽ വെക്കുന്നതാണ്. നിങ്ങൾക്ക് കുക്കറിൽ വെക്കാൻ ഇഷ്ടമില്ലാത്തവർ അല്ലാതെ തന്നെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് കപ്പ ചേർത്ത് കൊടുത്തു. അതിലേക്ക് നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത്, നിറച്ചെന്ന് പറഞ്ഞാൽ നെഹക്ക് വെള്ളം ഒഴിച്ചു, ഉപ്പും കൂടെ ഇട്ട് ഞാനിതൊരു 4 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കപ്പ വെന്തതിന് ശേഷം ഊറ്റിയെടുത്തേക്കും കേട്ടോ. അപ്പോൾ ഈ കപ്പ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പ നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ വേവിച്ചുടച്ച് നമ്മളിന്ന് നല്ലൊരു അടിപൊളി റെസിപ്പി തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് റെസിപ്പി എന്ന് അറിയണമെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ അത് നല്ലപോലെ ഇതുപോലെ ഒരു തടിത്തവി കൊണ്ട് ഉടച്ചെടുക്കാം. ഒട്ടും തന്നെ തരിയില്ലാതെ കട്ടയില്ലാതെ വേണം നമുക്കിതൊന്ന് ഉടച്ചെടുക്കാൻ. അപ്പോൾ നല്ല വെന്ത കപ്പയായതുകൊണ്ട് ഇങ്ങനെ തന്നെ കണ്ടോ, നല്ലപോലെ നമുക്കിപ്പോൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് കപ്പ ഉടഞ്ഞ് കിട്ടാനായിട്ട്. ഇപ്പോൾ ഈ മഴയൊക്കെ സമയമല്ലേ, ഇപ്പം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും, ഇവിടെയൊക്കെ മഴയാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് ഇതുപോലൊന്ന് തയ്യാറാക്കി കഴിക്കുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഉടച്ചെടുത്ത കപ്പയിലേക്ക് ഞാൻ ഒരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ എരിവ് കൂടുതലുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ച് ചേർക്കാം. ഇനി 2 തണ്ട് കറി ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ്, അതുപോലെ തന്നെ ഞാനിവിടെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് സവാള പൊടിയായിട്ട് തന്നെ എടുക്കണം. അത് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു 3/4 ടീസ്പൂണ് കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിക്ക് വലിയ എരിയില്ല. ആവശ്യത്തിനുള്ള ഉപ്പും, കപ്പയ്ക്ക് ഉപ്പിട്ടിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഇനി ചേർക്കുന്ന ചേരുവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് അതിനുശേഷം കൈ നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ മാവൊന്ന് കുഴച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് അരിപ്പൊടി ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നല്ല കട്ടിയാക്കി കിട്ടണം, അതിനനുസരിച്ച് വേണം അരിപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അരിപ്പൊടിക്ക് ഒരു അളവ് പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങളെടുക്കുന്ന കപ്പ എത്രത്തോളം കുഴഞ്ഞിരിക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ അരിപ്പൊടി ഇട്ട് വേണം ഇതൊന്ന് നല്ലപോലെ കട്ടിയായിട്ട് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എടുത്ത അരിപ്പൊടി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കപ്പയും അരിപ്പൊടിയും എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കി കൊടുക്കുക, ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി കൈ നനച്ചിട്ടോ അതല്ലെങ്കിൽ കയ്യിലൊരല്പം ഓയിലൊന്ന് തൂത്തതിന് ശേഷം നമുക്ക് കയ്യിലൊന്ന് പുരട്ടിയതിന് ശേഷം ഇതുപോലെ ഒരു ഉരുളയായിട്ട് കുറച്ചൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം ഓയിലൊന്ന് തേച്ചാൽ മതിയാവും. അതിനുശേഷം ഇതുപോലെ ഒന്ന് പരത്തി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ചൂണ്ടുവിരൽ കൊണ്ട് ഒരു ഹോളും കൂടെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒരു 5-6 ആദ്യം ഞാൻ ചെയ്തെടുത്തതിന് ശേഷം ഒരു 4-5 ചെയ്ത് മാറ്റി വെച്ചിട്ട് ബാക്കി പൊരിച്ചെടുക്കുമ്പോൾ ബാക്കി ചെയ്തെടുക്കാം. ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ സൗകര്യത്തിന് ചെയ്യുന്നു. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ തോന്നുന്നത്. ഒരാളുടെ ഈസിയായിട്ട് ഒരാൾ ചെയ്യുന്ന ആൾക്ക് മറ്റുള്ളവർക്ക് അത്ര ഈസി ആവണമെന്നില്ല. അപ്പം ഞാനിത് കുറച്ചൊക്കെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നല്ല വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചിടരുത്, കരിഞ്ഞു പോവും. അപ്പോൾ ഒത്തിരി കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഉടനെ തന്നെ ഇട്ട് ഇളക്കാൻ നിൽക്കരുത്. നമുക്കിതുപോലെ ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കാം, മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ്. ഒരിക്കൽ കഴിച്ചാൽ പിന്നെ നിങ്ങളിത് ഒരെണ്ണം കഴിച്ചാൽ തികയത്തില്ല കേട്ടോ. ഒരെണ്ണം കഴിക്കുന്നവർ പിന്നും ചോദിച്ച് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നല്ല കിടിലൻ അടിപൊളി നല്ല ടേസ്റ്റിലുള്ള നമ്മുടെ കപ്പ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം. മഴ സമയത്തൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ വൈകിട്ടൊക്കെ ഒന്ന് കഴിക്കാനൊക്കെ ഒരു കടിയും ഒരു കട്ടനൊക്കെ കുടിക്കുന്ന എല്ലാവർക്കും മലയാളികൾക്ക് എല്ലാം ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും കൂടെ ഇട്ട് കൊടുത്ത് അതുപോലെ ഒന്ന് വറുത്തെടുക്കാം.
അപ്പോൾ അടുത്തതും ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴും നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും നിങ്ങളുടെ സപ്പോർട്ടുമാണ് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യണം എന്നുള്ള ആഗ്രഹവും അതിനുള്ള ഒരു പ്രചോദനവും എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ സ്നേഹത്തിന് ഒത്തിരി ഒത്തിരി നന്ദി. വീണ്ടും നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും എല്ലാവർക്കും ബൈ.